ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി രുചിയിലുള്ള ഒരു ഫിഷ് മസാല ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഫ്രൈയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല രുചിയിലുള്ള ഒരു മസാല ഫ്രൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് നല്ല വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊടികളൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണ വരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും നല്ലൊരു സിമ്മിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ടൊരു മൂത്ത് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചതാണ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു പീസ് പുളി എടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ഉണ്ടായിരിക്കും. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് എത്രത്തോളം ആവശ്യമുണ്ട് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ടൈപ്പിലുള്ള മത്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മത്തി നമുക്കൊന്ന് 2 സൈഡൊന്ന് വരഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗം ആ മസാലയ്ക്കൊന്ന് പിടിക്കും. ഇപ്പോൾ നമ്മളിതാ എല്ലാ മത്തിയും ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കതിലേക്ക് ആ മസാല ഒന്ന് 2 സൈഡും പിടിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എല്ലാ സൈഡിലും മസാല ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും ഇതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാല ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കാത്തവർക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ളൊരു മസാല ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതാ നമ്മൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.